ഹായ്, ഇന്ന് പതിവ് പോലെ ആദ്യം തന്നെ ചായയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇന്ന് ഓട്ടടയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി തലേന്ന് രാത്രി പച്ചരി കുതിർക്കാൻ വെച്ചിരുന്നു. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ ഒരു കപ്പ് ചോറ് കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഓട്ടട ചട്ടി നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇനി 1.5 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ ബബിൾസ് വരുന്ന ടൈമിൽ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. 2 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. ഓട്ടട റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടടയാണിത്. അടിഭാഗം കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി അടുത്തതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന്. ഇനി അടുത്തത് ഒരു ബീഫ് വരട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, പച്ചമുളക് നടുക ചീന്തിയത്, ഒരു ചെറിയ തക്കാളി, 1 ടീസ്പൂൺ ഉലുവ, കുറച്ച് പെരുംജീരകം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കുക. നല്ല പോലെ മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 6 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. എയറൊക്കെ പോയതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബീഫിൽ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ ആയിരുന്നു നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ചിരുന്നത്. ഇനി ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ചെറിയുള്ളി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ബീഫ് കരിയാതെ ശ്രദ്ധിക്കണം. ഉള്ളി ഗോൾഡൻ കളർ ആവുന്ന ടൈമിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ബീഫിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കാം. അടിപൊളി ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇനി ചായ കുടിക്കാം. ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു. ചോറിനുള്ള വെള്ളം വെച്ചിരുന്നു, അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇനി അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കലാണ് ചെയ്യാറ്. ചോറിന് കറിയായിട്ട് ഇന്ന് പപ്പായ മോരുകറിയാണ് തയ്യാറാക്കുന്നത്. പപ്പായ മുറിച്ച് കഴിഞ്ഞപ്പോൾ പപ്പായ ഒന്നും ചെനിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. പപ്പായ വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടി തേങ്ങ, നല്ല ജീരകം, ചെറിയുള്ളി, കാന്താരിമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മിക്സിയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. കറി ഒന്ന് തുറന്ന് നോക്കാം. പപ്പായ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് ഉടച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം.
നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ കറി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ അരപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് താളിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുന്ന ടൈമിൽ ഇതിലേക്ക് കുറച്ച് കടുക് ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ പപ്പായ കറി റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചു. ഈ സ്ട്രെയിനർ ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. വളരെ യൂസ്ഫുള്ളാണിത്. ഇത് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചാൽ ഈ സൈഡിലൂടെയാണ് വെള്ളം പുറത്തേക്ക് പോകുക, സിങ്കിലേക്ക് നേരെ പോവുകയും ചെയ്യും. അപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അത് ഊറ്റിയെടുക്കുകയാണ്. ചോറെല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഉള്ളി സാലഡ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 2 ഉള്ളിയിലേക്ക് പച്ചമുളക്, ഉപ്പ്, വിനാഗിരി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഉള്ളി സുക്ക റെഡി ആയിട്ടുണ്ട്. പപ്പടവും പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഊണ് കാണാം. നല്ല ചൂട് ചോറ്, ബീഫ് വരട്ടിയത്, നല്ല പപ്പായ മോര് കറി, കൂടെ ഉള്ളി സാലഡ്, കൂടെ 2 പപ്പടും.